അപ്പോൾ പത്രങ്ങളിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ജന്മഭൂമി പത്രം നോക്കാം. ജന്മഭൂമിയിൽ ഇന്ന് മനോഹരമായ ഒരു ചിത്രം. പ്രധാനമന്ത്രി വൈദേശിക ആക്രമണത്തിൽ നിന്നുള്ള പുനരുദ്ധാരണത്തിൻ്റെ 75-ാം വാർഷികത്തിൽ സോമനാഥ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ നന്ദി വിഗ്രഹത്തെ വന്ദിക്കുന്ന വളരെ മനോഹരമായൊരു ചിത്രം അടക്കം. സ്വാഭിമാനം സോമനാഥം, പ്രീണന രാഷ്ട്രീയത്തിനുമേൽ രാഷ്ട്രാഭിമാനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞ വാർത്ത. അദ്ദേഹം സോമനാഥ ക്ഷേത്രത്തിൻ്റെ 75-ാം വാർഷികത്തിൽ അവിടെ പങ്കെടുത്ത അതിൽ ഏറ്റവും വളരെ നിർണായകമായ മുഹൂർത്തത്തിൻ്റെ ഒരു ചിത്രമടക്കം ജന്മഭൂമി 1-ാം പേജിനെ മനോഹരമാക്കുന്നുണ്ട്. അതാണ് 1-ാം പേജിൽ തന്നെ ജന്മഭൂമി നൽകിയിരിക്കുന്ന വാർത്ത. ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജും വളരെ ശ്രദ്ധേയമാണ്. അസം നൽകുന്ന ദേശീയ സന്ദേശം എന്നുള്ളതാണ്. നമുക്കറിയാം, അസമിൽ ഹിമന്ത വിശ്വ ശർമ്മ വീണ്ടും അധികാരമേൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച എഡിറ്റോറിയലാണ് കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ 19 MLA-മാരിൽ 18 പേരും മുസ്ലിങ്ങളാണ്. അതേസമയം പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ കോൺഗ്രസിന് വെറും 3 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ഇത് അസാമിലെ പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു ജനവിഭാഗങ്ങളിൽ നിന്ന് പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും അകന്നുപോയതിൻ്റെ തെളിവാണ്. അസാമിൽ തുടർച്ചയായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ച തിരിച്ചറിഞ്ഞ ജനങ്ങൾ ആ പാർട്ടിക്ക് എതിരാവുകയായിരുന്നു എന്നുള്ള വളരെ ശക്തമായ എഡിറ്റോറിയലാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് പേജുകളിലേക്ക്, ജന്മഭൂമിയുടെ അവസാന പേജിലും വേറൊരു ശ്രദ്ധേയമായ വാർത്തയുണ്ട്. അത് ബലിദാനികളുടെ വീട്ടിലെത്തി നിയുക്ത MLA വി മുരളീധരൻ എന്നുള്ളതാണ്. CPM ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലമ്പള്ളി രാജേഷിൻ്റെ വീട്ടിലെത്തിയ വി മുരളീധരൻ രാജേഷിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ CPM ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചെറുവൈക്കൽ ഗംഗാധരൻ നായരുടെ വീട്ടിലെത്തി ഛായാചിത്രത്തിൻ്റെ മുന്നിൽ വി മുരളീധരൻ MLA പുഷ്പാർച്ചന നടത്തുന്ന വളരെ ഹൃദയസ്പർശിയായ വാർത്ത. ബലിദാനികളുടെ വീട്ടിലെത്തി നിയുക്ത MLA എന്നുള്ള വാർത്ത ജന്മഭൂമി നൽകുകയാണ്. വളരെ വേഗം നമുക്കൊന്ന് മാതൃഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും എന്താണ് ഈ കോൺഗ്രസിലെ കസേരകളി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ പറഞ്ഞു മടുത്തു അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റെന്തുണ്ട് വാർത്ത എന്ന് നോക്കാം. കുറ്റം പാർട്ടിക്ക് പിണറായിക്കല്ല എന്ന തലക്കെട്ടോടുകൂടി ഈ PB യോഗത്തിലെ ചർച്ചകൾ സംബന്ധിയായ ഒരു വാർത്ത മാതൃഭൂമിയിൽ നൽകിയിട്ടുണ്ട്. തോറ്റെങ്കിലും ജനപിന്തുണ നഷ്ടമായില്ല എന്ന വിലയിരുത്തലിലാണ് PB. പ്രതിപക്ഷ നേതാവ് തീരുമാനം കേരള ഘടകത്തിന് വിട്ടു. നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലേ, കേരളത്തിൽ തോൽവിക്ക് പിണറായി വിജയൻ ധാർമ്മിക ഉത്തരവാദിത്വം മേൽക്കേണ്ട കാര്യമില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പക്ഷം. പാർട്ടിയിലെ മുതിർന്ന അംഗമാണ് പിണറായി. പാർട്ടി കൂട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതെങ്കിലും ഒരാളല്ല ഉത്തരവാദിത്വം ഏൽക്കേണ്ടത്. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേതൃത്വമാണ് ഉത്തരവാദികൾ. പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം ആവശ്യമെങ്കിൽ നേതൃമാറ്റം അടക്കം സ്വീകരിക്കും എന്നുള്ളതാണ്. അതായത് പിണറായിയുടെ നാവായി MA ബേബി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ തോറ്റാൽ പുള്ളിക്കല്ല ഉത്തരവാദിത്വം, പാർട്ടിക്ക്. ജയിച്ചാൽ ഇന്നീ നാട്ടിൽ ലോകമെങ്ങ് ശോഭിച്ചിടും കാരണഭൂതനായി മാറുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഉൾപേജുകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ, സർക്കാർ വൈകുന്നു, ഭരണം സ്തംഭനത്തിൽ എന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. അതായത് നമ്മുടെ ട്രഷറി സ്തംഭിച്ചു പോയി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭരണം തന്നെ സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് മാതൃഭൂമിയുടെ ആ കുറിപ്പ്. സർക്കാർ രൂപീകരണം വൈകുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അപ്പുറമുള്ള ഭരണ നടപടികൾ അവതാളത്തിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീക്കിയിട്ട് 6 ദിവസമായി എങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിലും പോലീസിലും സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വളരെ വിശദമായി തന്നെയാണ് അവർ ആ വാർത്ത നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് വളരെ വേഗം മലയാള മനോരമയിലേക്ക്. മനോരമ 1-ാം പേജിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തർക്കങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രി മുൻ PCC പ്രസിഡന്റ്മാരെ വിളിപ്പിച്ചു, അവർ പിന്നെയും ചർച്ചയിൽ എന്നുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. അതിൽ കാർട്ടൂണൊക്കെ ഉണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു പദപ്രശ്നം പോലെ കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ നമുക്ക് കണ്ടെത്താം, ജനങ്ങൾക്ക് വേണ്ടി അത് പദപ്രശ്നം പോലെ പൂരിപ്പിക്കാവുന്ന ഒരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ രസകരമാണ്. 1-ാം പേജിൽ കേരളം മുഖ്യൻ ആരാവും എന്നതിനെ സംബന്ധിച്ച് ഒരു കളം വരച്ചിട്ട് ഒരു സുഡോക്ക് കൊടുത്തിരിക്കുകയാണ്. 3 പേരുകൾ ഇതിൽ നിന്ന് കണ്ടെത്തണമെന്നുള്ള വളരെ രസകരമായ, ഇന്ന് ഏറ്റവും അധികം ട്രോളുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണല്ലോ, അത് കൃത്യമായി മനോരമ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ്. തിരുവനന്തപുരം ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം AKG സെൻറ്ററിലെ ഫ്ലാറ്റാണ് ഉപയോഗിക്കുക. അതുകൂടാതെ ഭരണകാലത്ത് ലഭിച്ച സമ്മാനങ്ങൾ പാർട്ടിക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് സമീപത്തെ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്നതിൻ്റെ ചിത്രവും അടക്കം ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നത് അണ്ണാ DMK 47 MLA-മാരിൽ 30 പേർ വിജയ് പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ള
തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തയും മനോരമ 1-ാം പേജിൽ നൽകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പത്രവിശേഷങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം.